പ്രിയ പ്രേക്ഷക സഹോദരങ്ങളെ, കോവിഡ് കാലത്ത് വിശുദ്ധ കുർബാന അർപ്പണം ദൈവാലയത്തിലെത്തി സാധ്യമല്ലാതിരുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ ഓൺലൈൻ വിശുദ്ധ കുർബാന സംപ്രേഷണം ചെയ്യുന്ന ശൈലി ആരംഭിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. വിശുദ്ധ കുർബാനയ്ക്ക് അണയുവാൻ വേറൊരു സമയവും ഒരു സാഹചര്യവും ഇല്ലാതിരുന്ന ഒരു പ്രത്യേക പരിതോവസ്ഥയിലാണ് അങ്ങനെ സംഭവിച്ചത് നമുക്കറിയാം. എന്നാൽ കോവിഡിനെ നമ്മൾ അതിജീവിച്ച് കഴിഞ്ഞു, അല്ലെങ്കിൽ സാധാരണഗതിയിലേക്ക് സമൂഹം നീങ്ങിക്കഴിഞ്ഞു. ഇനി തീർച്ചയായിട്ടും ഈ ഓൺലൈൻ വിശുദ്ധ കുർബാന അർപ്പണങ്ങൾ അത് മതി എന്ന് പറഞ്ഞുകൊണ്ട് തൃപ്തിപ്പെടുന്നത് ഒരിക്കലും ശരിയല്ല. അത് രോഗികൾക്കൊക്കെ വേണ്ടി മാത്രമായിട്ട് മുൻകാലങ്ങളിൽ നൽകിയിരുന്നത് പോലെ തന്നെ തുടരുകയാണ് വേണ്ടതെങ്കിലും ഒരിക്കലും അത് ഒരു യഥാർത്ഥത്തിലുള്ള സജീവമായ പരിശുദ്ധ കുർബാന അർപ്പണത്തെ ഒരു തരത്തിലും റീപ്ലേസ് ചെയ്യുന്നില്ല. പക്ഷേ കോവിഡിനെ അതിജീവിച്ച ഈ സാഹചര്യത്തിൽ ദൈവാലയങ്ങളെല്ലാം തുറക്കപ്പെട്ടു, എല്ലാ പ്രവർത്തനങ്ങളും അതിൻ്റെ സാധാരണഗതിയിലേക്ക് വന്നു. ഇനി പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് ദൈവാലയത്തിലെത്തി സജീവമായിട്ട് നല്ല ഒരുക്കത്തോടുകൂടി അർപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ മാത്രമാണത് സാധുവാകുന്നത് എന്നതിന് സംശയമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സജീവമാകാനും എല്ലാവരും തന്നെ ആ ഒരു വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയിൽ പൂർവോപരി തീക്ഷ്ണതയിലേക്ക് കടന്നു വന്ന് പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരാനും ശ്രദ്ധിക്കണം. ഇതിനോടകം തന്നെ അങ്ങനെ ആളുകൾ ദൈവാലയത്തിൽ സജീവമായി കഴിഞ്ഞുവെങ്കിലും ഉപരി സജീവമാകാൻ ഈ കഴിഞ്ഞ കോവിഡ് കാലത്തിൻ്റെ അനുഭവങ്ങൾ നമ്മെ സഹായിക്കട്ടെ.